എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചപ്പാത്തി എങ്ങനെയാണ് ഫ്രിഡ്ജിൽ കൂടുതൽ നാൾ കേടാക്കാതെ സൂക്ഷിക്കുന്നത് നോക്കാം. കഴിഞ്ഞ ദിവസം ഞാനൊരു സോഫ്റ്റ് ചപ്പാത്തിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കിയെടുത്തിട്ട് അതെങ്ങനെയാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാർക്ക് വളരെ ഈസിയാണ്. ഡിന്നർ പ്രത്യേകിച്ചും ചപ്പാത്തി ആണെങ്കിൽ തയ്യാറാക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ചൂടാക്കിയാൽ മതിയാകും. അപ്പോൾ ഞാനിവിടെ നേരത്തെ നമ്മൾ കാണിച്ച രീതിയിൽ ചപ്പാത്തികൾ കുറച്ചധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ആഴ്ചത്തേക്ക് നിങ്ങൾക്ക് എത്ര ചപ്പാത്തി വേണോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 കപ്പ് ഗോതമ്പ് പൊടിക്കാണ് ഈ ഒരു ചപ്പാത്തി ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ആശീർവാദിൻ്റെ ആട്ടയാണ്. അപ്പോൾ നിങ്ങൾ ഏത് ആട്ടയാണോ ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചപ്പാത്തി ഞാൻ നേരത്തെ തയ്യാറാക്കിയതുപോലെ തയ്യാറാക്കിയതിന് ശേഷം ഇനി ഇതെങ്ങനെയാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ചപ്പാത്തിയെല്ലാം തയ്യാറാക്കി നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതൊട്ടും തന്നെ ചൂട് ഉണ്ടാകാനായിട്ട് പാടില്ല. അപ്പോൾ ചപ്പാത്തി എല്ലാം നിരത്തിയിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഇത് സ്റ്റോർ ചെയ്യാൻ പോകുന്നത് ഇതുപോലെയുള്ളൊരു സിപ്പ് ലോക്ക് കവറിലാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ സിപ്പ് ലോക്ക് കവറില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റൗണ്ടായിട്ടുള്ള ഫ്രീസറിലൊക്കെ വെക്കുന്ന ടൈപ്പിലുള്ള പ്ലാസ്റ്റിക് പാത്രമോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ പാത്രമോ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ കുക്ക് ചെയ്തിട്ട് ഈ ചപ്പാത്തി ഇതിലേക്ക് വെക്കുകയാണ്. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സെപ്പറേഷന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ഫോയിലോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ചപ്പാത്തി അതേപോലെ തന്നെ ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ സാധാരണ കടയിൽ നിന്ന് ചപ്പാത്തി ഇതുപോലെ ഫ്രോസൺ ചപ്പാത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്ലാസ്റ്റിക് ഫോയിൽ ഇട്ടിട്ടാണ് അവർ സെപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതിങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തിയെല്ലാം ഇതുപോലെ ഫ്രീസർ സേഫ് ബാഗിലാക്കിയതിന് ശേഷം അതിൻ്റെ എയറൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് അടയ്ക്കുക. അതിനുശേഷം ഇത് ഫ്രീസറിലാണ് വെക്കേണ്ടത്, ഫ്രിഡ്ജിലല്ല. അപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ കുറച്ച് ചപ്പാത്തി ഞാൻ അതിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ചപ്പാത്തി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചപ്പാത്തി ഫ്രീസറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ഇത് നല്ല ഹാർഡായിട്ടിരിക്കും. അതുപോലെ തന്നെ ഓരോന്നും നമുക്ക് എടുത്ത് സെപ്പറേറ്റ് ചെയ്യാനും ഈസിയാണ്. അപ്പോൾ നമ്മളിത് ചപ്പാത്തി എത്ര വേണോ അത്രമാത്രം എടുത്തിട്ട് നമുക്ക് ചൂടാക്കി കഴിക്കാം. അപ്പോൾ ചൂടാക്കുമ്പോൾ നിങ്ങൾക്ക് തവയിൽ വെച്ചിട്ട് ചൂടാക്കാം, അല്ലെങ്കിൽ ആവി കയറ്റിയെടുക്കാം, അല്ലെങ്കിൽ മൈക്രോവേവിൽ കുറച്ച് സമയം മൈക്രോവേവ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 2 രീതിയിൽ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്കിത് അടർത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വളരെ ഈസിയാണ്. നമുക്ക് ചപ്പാത്തി കഴിക്കാൻ സമയമാകുമ്പോൾ ഇതുപോലെ എടുത്തിട്ട് ചൂടാക്കിയാൽ മാത്രം മതി. പിന്നെ കറി നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഈസിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ. അപ്പോൾ ബാക്കിയുള്ള ചപ്പാത്തി അതുപോലെ തന്നെ എയറൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് അടച്ചിട്ട് ഫ്രീസറിൽ പിന്നെ മാറ്റി വെക്കുക. ഇപ്പോൾ ഇനി ഇത് ആദ്യം ഞാൻ മൈക്രോവേവിൽ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതുപോലെ ഒരു മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള പ്ലേറ്റ് എടുക്കുക. അതിനുശേഷം നിങ്ങൾ എത്ര ചപ്പാത്തിയാണോ വേണ്ടത് ഇതുപോലെ ഇങ്ങനെ നിരത്തി വെക്കുക. അതിനുശേഷം മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഒരു പാത്രം വെച്ചിട്ട് ഇത് അടയ്ക്കുക. അതിനുശേഷം നമുക്കിത് മൈക്രോവേവ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ മൈക്രോവേവ് ചെയ്തെടുക്കുന്നത് ഒരു 45 സെക്കൻഡാണ്. അപ്പോൾ ഈ 200 വാട്ട്സിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതായത് മാക്സിമം പവറിൽ 45 സെക്കൻഡാണ് ഞാനിത് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങളിത് മൈക്രോവേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് അടച്ചു വെച്ചിട്ട് തന്നെ മൈക്രോവേവ് ചെയ്യുക. തുറന്ന് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ജലാംശമൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഇത് ഹാർഡായി പോകും. അപ്പോൾ അടച്ചു വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ 45 സെക്കൻഡ് മൈക്രോവേവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ചപ്പാത്തി ഫ്രീസറിൽ വെക്കുമ്പോൾ സോഫ്റ്റ് ആകുമോ, കഴിക്കുമ്പോൾ അത് സോഫ്റ്റ് ആകുമോ എന്ന്. പക്ഷേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പോലെ തന്നെയുള്ള അത്രയും സോഫ്റ്റ്നെസ്സിൽ ചപ്പാത്തി കിട്ടും. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് നിങ്ങൾ പഴയ വീഡിയോ കണ്ടു നോക്കുക. അതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. അപ്പോൾ നമുക്കിത് 2 വിരൽ വെച്ചിട്ട് തന്നെ പിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഇത് തവയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. തവ ചൂടായതിന് ശേഷം നമ്മളിത് പുറത്തധികം നേരം വെക്കണമെന്നൊന്നുമില്ല. തവ ചൂടായിട്ട് ഒരു 30 സെക്കൻഡ് മതിയാകും ഇത് ചൂടായി കിട്ടാനായിട്ട്. അപ്പോൾ ഇതും അതുപോലെ തന്നെ നല്ല സോഫ്റ്റിലാണ് വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ആവി കയറ്റണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ അതിനെക്കാട്ടിലും ഈസി നമ്മൾ തവയിലും മൈക്രോവേവിലും ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഐഡിയ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്